കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. ഇതാ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മോടുകൂടെ. ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ അനന്തമായ കരുണ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷം. മക്കളെ, ഇത് കാരുണ്യത്തിൻ്റെ നീർച്ചാലിനരികെയാണ് മോളെ, മോനെ നീ ആയിരിക്കുന്നത്. തമ്പുരാന്റെ കാരുണ്യം നിന്നെ തഴുകി കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും, എല്ലാ വേദനകളെയും, എല്ലാ ദുഃഖങ്ങളെയും, ദുരിതങ്ങളെയും, നീ കടന്നു പോകുന്ന, നീ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങളിലൂടെ ഇതാ ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങുന്ന നിമിഷം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വലിയ സ്നേഹത്തോടെ നിമിഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ദൈവം തൻ്റെ സ്നേഹം നമ്മോട് കാരുണ്യമായി പങ്കുവെക്കുമ്പോൾ മക്കളെ, ആ കാരുണ്യത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സമർപ്പിക്കാം. കണ്ടു തുറന്ന് തമ്പുരാനെ കണ്ട് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വളരെ ശാന്തമായി തമ്പുരാന്റെ സാന്നിധ്യം അനുഭവിച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. എന്തെല്ലാം വേദനയുടെ നടുവിലാണോ, സങ്കടങ്ങളുടെ നടുവിലാണോ മക്കളെ നിങ്ങൾ, ഇതാ ദൈവത്തിൻ്റെ കരുണ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിൽ നമ്മളെ വീണ്ടെടുക്കുന്ന, വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളിൽ ഒത്തിരി സ്നേഹത്തോടെ ഹൃദയം കൊണ്ട് തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അതിനെങ്ങനെ പറയുന്നത്? സങ്കീർത്തനം 94:18. കർത്താവേ, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. ദൈവമേ, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കാരുണ്യമല്ലേ നമ്മൾ ഇന്നോളം താങ്ങി നിർത്തിയത്. വീണുപോകാമായിരുന്ന, തകർന്നു പോകാമായിരുന്ന, മനസ്സിൻ്റെ ബലം നഷ്ടപ്പെട്ടു പോകാമായിരുന്ന എത്രയോ ജീവിതത്തിൻ്റെ വേളകളിൽ തമ്പുരാൻ നമ്മളെ താങ്ങി നിർത്തി. പ്രലോഭനങ്ങളുടെ നടുവിൽ എത്രയോ വട്ടം വീണു പോകാമായിരുന്നു. പാപം വിതച്ച പാപത്തിൻ്റെ വഞ്ചനകളുടെ നടുവിൽ എത്രയോ വട്ടം നമ്മൾ തകർന്നു പോകാമായിരുന്നു. എന്നിട്ടും ഇതാ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളെ താങ്ങി നിർത്തിയില്ലേ? ഇതാ താങ്ങി നിർത്തുന്ന കാരുണ്യത്തിൻ്റെ കീഴെയാണ് നമ്മൾ. മക്കളെ, നമ്മൾ നിൽക്കുകയല്ല ചെയ്യുന്നത്, ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെ കൈ നമ്മളിങ്ങനെ താങ്ങി നിർത്തിയിരിക്കുക. അതുകൊണ്ട് സങ്കീർത്തകൻ പറഞ്ഞു, തമ്പുരാനെ, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എന്നിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുകയാണ്, അതുകൊണ്ട് കർത്താവിന് നന്ദി പറയുവിൻ. 107:1. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഇതാ കർത്താവ് നല്ലവനാണ്, അവിടുന്ന് കാരുണ്യവാനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവ്വം പിടിക്കട്ടെ. മക്കളെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെടേണ്ട വിഷയങ്ങളെ ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കേ. എന്തെല്ലാം വേദനയുടെ നൊമ്പരങ്ങളുടെ നടുവിലാണ് നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ദൈവമേ, നിന്റെ കരുണയൊന്ന് വെളിപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ ഈ പ്രശ്നത്തിന് ഉത്തരം കിട്ടുമായിരുന്നുവെന്ന് ഇന്നലകളിൽ എത്രയോ നാളുകളിലും നീ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരു ദിവസമില്ലല്ലോ. ദൈവമേ, എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും നിന്റെ കരുണയായിരിക്കണമേ എന്ന് എത്രയോ വട്ടം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ നിമിഷങ്ങളിൽ തമ്പുരാന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്നും ഈ പ്രാർത്ഥന ഉയരട്ടെ. ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ മേലെ നിന്റെ കരുണ കാണിക്കണമേ. ഈശോയെ, പല മേഖലകളിൽ നിന്റെ കാരുണ്യം വെളിപ്പെട്ടാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുപോലെ തകർന്നിരിക്കുന്ന ചില ജീവിതത്തിന്റെ മേഖലകളുണ്ട്. ദൈവമേ, എൻ്റെ ദാമ്പത്യ ജീവിതം, എൻ്റെ കുടുംബ ജീവിതം, എൻ്റെ കുടുംബ ബന്ധങ്ങള്, ഇതിന്റെ മേലെല്ലാം നിന്റെ കരുണ വർഷിക്കാൻ പറ. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ മേൽ ദൈവമേ, നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ. ഭിന്നിച്ചു കഴിയുന്ന ദാമ്പത്യങ്ങളുടെ മേൽ നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ. ഓ ദൈവമേ, തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന കുടുംബ സഹോദര ബന്ധങ്ങളുടെ മേൽ ദൈവമേ, നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ.
ഈശോയെ, ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ട്. തമ്പുരാനെ, ഇവരുടെ ജീവിതത്തിന്റെ ഈ അവസ്ഥകളുടെ മേൽ നിന്റെ കരുണയുടെ കരം നീട്ടണമേ. മക്കളില്ലാതെ വേദനിച്ച് കരയുന്ന ദമ്പതിമാർ ഇതിനകത്തുണ്ട്. ഈശോയെ, കുഞ്ഞുങ്ങളെ നൽകിയവരെ അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, വരുമാന മാർഗങ്ങളൊക്കെ അടഞ്ഞുപോയ മക്കളുണ്ട്. ഈശോയെ, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി നിലവിളിച്ചിട്ടും എല്ലാം അടഞ്ഞു കിടക്കുന്നതിന്റെ ഭാരം പേറുന്ന മക്കൾ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടങ്ങളും പരാജയങ്ങളും തകർച്ചകളുമായിരിക്കുന്ന ചില ജീവിതങ്ങൾ. ദൈവമേ, നിന്റെ കരുണ വർഷിക്കണമേ. ഈശോയെ, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത മക്കള്, സ്വപ്നം കാണാൻ ഒന്നുമില്ലാത്ത മക്കള്, കടക്കണിയിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഒക്കെ ആയിരിക്കുന്ന ജീവിതങ്ങള്. ദൈവമേ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെയും മകളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. ഈശോയെ, രോഗികളായി തീർന്ന മക്കളുണ്ട്. മരണം മുന്നിൽ കണ്ടു കഴിയുന്ന ജീവിതങ്ങള്, ക്യാൻസറുകള്, ട്യൂമറുകള്, കർത്താവേ, വലിയ വലിയ മാരക രോഗത്തിന്റെ നടുവില് ഒത്തിരി സങ്കടങ്ങളും വേദനകളുമായി കഴിയുന്ന മക്കള്. തമ്പുരാനെ, നിന്റെ കാരുണ്യത്തിന്റെ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആരോരുമില്ലാത്ത മക്കള്, ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങള്, തമ്പുരാനെ, കഷ്ടതയുടെയും നഷ്ടങ്ങളുടെയും ഒക്കെ കണക്ക് പുസ്തകങ്ങളിൽ ഇങ്ങനെ എഴുതി ചേർത്തിരിക്കുന്ന ജീവിതങ്ങളുള്ള മക്കള്, ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ ഒത്തിരിയേറെ നൊമ്പരപ്പെട്ട് കഴിയുന്ന ജീവിതങ്ങള്. ഈശോയെ, ഇവരെല്ലാം നിന്റെ കാരുണ്യത്തിന്റെ കരത്തിന്റെ കീഴിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. നിന്റെ കരുണയുടെ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ. ഈശോയെ, ഈ നിമിഷം തന്നെ ഈ മക്കളുടെ മേൽ കരുണയുടെ കരം നീട്ടണമേ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. ജീവിത പങ്കാളി ഓർത്ത് വേദനിക്കുന്നവരുണ്ട്. മാതാപിതാക്കളുടെ അവസ്ഥ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. കുടുംബത്തിന്റെ വരുമാന മാർഗങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. ഓ ദൈവമേ, നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ. യേശുവേ, നിന്റെ കാരുണ്യത്തിന്റെ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ. മക്കളെ, കരങ്ങൾ രണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് കരങ്ങളൊന്ന് നീട്ടിക്ക്. ഇതാ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ദൈവത്തിന്റെ അനന്തമായ കരുണ ഒഴുകിയിറങ്ങുന്ന നിമിഷം. നീ ആഗ്രഹിക്കുന്നതിലും നീ പ്രതീക്ഷിക്കുന്നതിലും നീ ചോദിക്കുന്നതിലും ഉപരിയായി തരാൻ കഴിവുള്ളവനാണല്ലോ നിന്റെ ദൈവം. ആ ദൈവം ഇതാ ഈ അൾത്താരയിലുണ്ട്. ആ ദൈവം ഇതാ നിന്നെ കരുണയോടെ കടാക്ഷിക്കുന്ന നിമിഷം. ദൈവമേന്ന് വിളിക്ക്, ഈശോയേന്ന് വിളിക്ക്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, ദൈവമേ, നിന്റെ കരുണ എൻ്റെ ജീവിതത്തിന്റെ മേലും എൻ്റെ കുടുംബത്തിന്റെ മേലും നീ ചൊരിയണമേ എന്ന് പറ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് മക്കളെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ച്, ഈശോയേ, നിന്റെ കരുണ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, കരുണ കാണിക്കണമേ. ദൈവമേ, നിന്റെ കാരുണ്യം ചൊരിയണമേ. ഓ ദൈവമേ, നിന്റെ സ്നേഹം ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ആരാധന, 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 ആരാധന. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കർത്താവേ, കാരുണ്യരൂപാ വരുമോ. കരങ്ങളെ മാറോട് ചേർത്ത് കരയുന്ന മിഴികളിൽ ഈശോയേ കണ്ണീർ തുടയ്ക്കുവാൻ കർത്താവേ, കാരുണ്യരൂപാ വരുമോ. ഈശോയേ, നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആമേൻ. ആശ്വാസദായക വരുമോ. ഈശോയേ, നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ. മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ. ഈശോയേ, മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ. എൻ്റെ ഈശോയേ, നൈരാശ്യമേറി ഞാൻ
താണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? ആമേൻ. നൈരാശ്യമേറി ഞാൻ താണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരങ്ങളെ രണ്ടും മാറോട് ചേർത്തുകൊണ്ട് തന്നെ കണ്ണു തുറന്ന് ഈശോയെ കണ്ട് വലിയ ദാഹത്തോടെ ഈശോയോട് പറഞ്ഞേ, ഈശോയെ ഇതൊക്കെയാണ് എൻ്റെ സങ്കടങ്ങൾ, ഈശോയെ ഇതൊക്കെയാണ് എൻ്റെ വേദനകൾ. ആരും മനസ്സിലാക്കാതെ പോകുന്ന ജീവിതത്തിൻ്റെ നിമിഷങ്ങളുണ്ട്. ഇപ്പോഴും എൻ്റെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ ചുറ്റുപാട് ഒത്തിരി പേരുണ്ടെങ്കിലും ആർക്കും എൻ്റെ വേദനയോ എൻ്റെ സങ്കടമൊന്നും മനസ്സിലാക്കാൻ പറ്റണില്ല. തമ്പുരാനെ, എപ്പോഴും കുത്തുവാക്കുകളും പരിഹാസങ്ങളുടെ നടുവിലാണ് ഈശോ എൻ്റെ ജീവിതം. കരുണ ലഭിക്കുമെന്ന് വിചാരിച്ച ഇടങ്ങളിൽ നിന്ന് പോലും എനിക്കിപ്പോൾ കരുണ ലഭിക്കുന്നില്ല. എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും എൻ്റെ മക്കളിൽ നിന്നും എൻ്റെ മാതാപിതാക്കളിൽ നിന്നൊക്കെ സ്നേഹം പ്രതീക്ഷിച്ചിട്ട്, കാരുണ്യം പ്രതീക്ഷിച്ചിട്ട്, മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് തമ്പുരാനെ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന അനുഭവങ്ങളാണല്ലോ, മനസ്സിലാക്കാതെ പോകുന്ന ജീവിതത്തിൻ്റെ വേളകളിലൂടെയാണല്ലോ ഈശോ ഞാൻ കടന്നു പോകുന്നത്. നിന്റെ സങ്കടങ്ങൾ ഈശോയെടുത്ത് പറ, നിന്റെ വേദനകൾ നീ ഈശോയെടുത്ത് പറ. ആരും നിന്നെ മനസ്സിലാക്കാത്തപ്പോഴും നിന്നെ മനസ്സിലാക്കുന്ന കരുണയുടെ നാഥൻ ഈ അൽത്താരയിലുണ്ട്. നിന്റെ സങ്കടങ്ങളുടെ ഏതറ്റം വരെ നീ സഞ്ചരിച്ചാലും, നിന്റെ നൊമ്പരങ്ങളുടെ ഏതറ്റം വരെ നീ കടന്നുപോയാലും, ആ സങ്കടങ്ങളിലും ആ നൊമ്പരങ്ങളിലും കരുണയോടെ നിന്നെ കാണുന്ന ഒരു കർത്താവ് ഈ അൽത്താരയിലുണ്ട്. പാപത്തിന്റെ ഏത് ചെളിക്കൊണ്ട് നീ വീണാലും, എത്രമാത്രം പാപത്തിന്റെ വഴികളിലൂടെ നീ സഞ്ചരിച്ചെന്ന് പറഞ്ഞാലും, തിരിച്ചു വന്നിട്ട് അപ്പാ നിനക്കെതിരെ, സ്വർഗത്തിനെതിരെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നിന്നെ ചേർത്ത് പിടിച്ച്, മാറോട് ചേർത്ത് പിടിച്ച്, കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന കരുണയുടെ കർത്താവ് ഈ അൽത്താരയിലുണ്ട്. മോളെ, നീ ഒറ്റയ്ക്കല്ലെന്നറിയേ. മോനെ, നീ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാക്ക്. നീ കടന്നു പോകുന്ന സങ്കടങ്ങളെ, നീ അനുഭവിക്കുന്ന നൊമ്പരങ്ങളെ മനസ്സിലാക്കുന്ന, നിന്നെ ആ വേദനയുടെ നടുവിലും ചേർത്ത് പിടിക്കുന്ന ഈശോ അൽത്താരയിലുണ്ട്. കർത്താവിന്റെ കാരുണ്യമാണ് മോളെ നിന്നെ ചേർത്ത് പിടിച്ചത്. ഇന്നോളം നിന്നെ നടത്തിയത് ദൈവത്തിന്റെ കരുണയല്ലേ? സങ്കീർത്തകൻ എന്നാ പറയുന്നേ? കർത്താവേ, അങ്ങ് ആർദ്ര ഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനുമാണ്. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നുവെന്നല്ലേ? ഇതാ കർത്താവിൻ്റെ അനന്തമായ ശാശ്വതമായ കാരുണ്യവും സ്നേഹവും മോനെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന നിമിഷമാണ്. നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ ഈശ്വരടുത്ത് പറ. നിന്റെ ഹൃദയത്തിൽ നീ ഇപ്പോൾ കടന്നുപോകുന്ന അസ്വസ്ഥതകളുണ്ടല്ലോ, സങ്കടങ്ങളുണ്ടല്ലോ, അതെല്ലാം ഈശ്വരടുത്ത് പറ. ആരും പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ചില ജീവിതത്തിന്റെ അവസ്ഥകളിൽ അതൊക്കെ ഈശ്വരടുത്ത് പറ. ഈ ആരാധന നിമിഷം മുഴുവനും നിന്റെ ഹൃദയം തമ്പുരാന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള നിമിഷമല്ലേ? ആ ഹൃദയം കാരുണ്യത്തിന്റെ ഹൃദയമാണ്. നിനക്കായി പിളർക്കപ്പെട്ട ഹൃദയം, കുത്തി നോവിച്ചവൻ നിനക്കായി അവൻ തന്റെ ഹൃദയം മാറിടം പിളർന്നിട്ട് മുറിവേൽപ്പിച്ച നമ്മളെ പോലും ആ ഹൃദയത്തിലേക്ക് ഈശോ ക്ഷണിച്ചില്ലേ? നമ്മുടെ പാപവും നമ്മുടെ പ്രവൃത്തികളും അവന്റെ ഹൃദയത്തെ പിളർക്കുന്ന, മുറിവേൽപ്പിക്കുന്ന, ശരീരം മുഴുവൻ അടിച്ചു തകർക്കുന്ന പാപഭാരം സമ്മാനിച്ചപ്പോഴും അതേ മുറിവിലേക്ക് നമ്മളെ ചേർത്ത് പിടിച്ച ആ ദൈവത്തിന്റെ കരുണയുണ്ടല്ലോ. ഓ ദൈവമേ, നിന്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. അർഹിക്കാത്ത സ്നേഹം നൽകി ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ അയോഗ്യതകളും ഞങ്ങളുടെ കുറവുകളും തമ്പുരാനെ നീ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ അയോഗ്യതകളിലേക്ക് നോക്കാതെ ഞങ്ങളെ യോഗ്യരാക്കുന്ന നിന്റെ സ്നേഹത്തിന് ദൈവമേ ഇതാ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കാരുണ്യത്തിന് ഞങ്ങൾ യോഗ്യരല്ല എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, എത്രയോ ജീവിതങ്ങളോട് കരുണ കാണിക്കാൻ
നീ ഞങ്ങൾക്ക് അവസരം തരും. എത്രയോ അനുഭവങ്ങളിലും നിമിഷങ്ങളിലൊക്കെ ഞങ്ങൾ അനുഭവിച്ച കാരുണ്യം തമ്പുരാനെ മറ്റുള്ളവരൊക്കെ കൊടുക്കാൻ നീ ഞങ്ങൾക്ക് സാഹചര്യങ്ങൾ തന്നു. പരാജയപ്പെട്ടു പോയവരാണ് ഞങ്ങൾ, കരുണ കാണിക്കാൻ മറന്നുപോയവരാണ് ഞങ്ങൾ, കരുണ കാണിക്കാൻ അഹങ്കാരം കൊണ്ട് വിസമ്മതിച്ചവരാണ് ഞങ്ങൾ. ദൈവമേ, ഞങ്ങളുടെ ജീവിതം നിന്റെ കരുണയാണെന്ന് മറന്നുപോയ മക്കളാണ് ഞങ്ങൾ. ഓ ദൈവമേ, വചനത്തിൽ നീ പറഞ്ഞല്ലോ, കരുണ കാണിക്കാൻ വിസമ്മതിക്കുന്ന ജീവിതങ്ങളുടെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകുന്നു. ദൈവമേ, ഞങ്ങളിത് മനസ്സിലാക്കുന്നു. കരുണ കാണിക്കാൻ മറന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾക്കൊരു യോഗ്യതയില്ലാതിരുന്നിട്ടും ഈശോ നീ ഞങ്ങളെ സ്നേഹിച്ചല്ലോ. ഓ ദൈവമേ, നിന്റെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കരങ്ങൾ ഒരിക്കൽ കൂടി ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നമ്മുടെ അയോഗ്യതകൾക്കെല്ലാം അപ്പുറം നമ്മളെ സ്നേഹിച്ച ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കുറവുകൾക്കും അപ്പുറം നമ്മളോട് കരുണ കാണിക്കുന്ന തമ്പുരാന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ യോഗ്യനല്ല നിന്റെ മുമ്പിൽ നിൽക്കാൻ, എങ്കിലും നിന്റെ കാരുണ്യം എന്നെ യോഗ്യനാക്കുന്നല്ലോ. തമ്പുരാനെ, നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല, എങ്കിലും നിന്റെ കാരുണ്യം എന്നെ യോഗ്യയാക്കുന്നല്ലോ. ഓ ദൈവമേ, ആ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് ഒരിക്കൽ കൂടി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും ഒന്ന് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അയോഗ്യനായിരുന്ന എന്നെ നിന്റെ കാരുണ്യം യോഗ്യനാക്കിയല്ലോ. കുറവുകളുള്ള എന്നെ നിന്റെ കാരുണ്യം ബലപ്പെടുത്തിയല്ലോ. ഓ ദൈവമേ, ഒന്നുമില്ലായ്മയിൽ നിന്നും നീ എന്നെ കൈപിടിച്ചുയർത്തിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നിന്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഓ കർത്താവേ, നിന്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഓ ദൈവമേ, നീ വെളിപ്പെടുത്തുന്ന നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നൽകി നീ എന്നെ അന്ധനാക്കരുതേശുവേ, അർഹിക്കുന്നത് നൽകാതെ നാഥ ആർത്തനാക്കരുതെന്നെ നീ. ആമേൻ. ആശ്രയം നിന്റെ വൻ കൃപ, ആലംബം എന്നും നിൻ വരം, കൈവല്യം നൽകും സാന്ത്വനം. ഈശോ, ഒരിക്കൽ കൂടി കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, ആരുടെയൊക്കെ ജീവിതത്തിൻ്റെ മേൽ, ഏതെല്ലാം അവസ്ഥകളുടെ മേൽ തമ്പുരാന്റെ കാരുണ്യം വെളിപ്പെടണമെന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ, ആ വിഷയങ്ങളെ പ്രത്യേകം സമർപ്പിക്കാം. ആ വ്യക്തികളെ, ആ ഇടങ്ങളെ ഒക്കെ സമർപ്പിച്ച് എന്നിട്ട് പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് മാനസാന്തരപ്പെടാൻ വിസമ്മതിക്കുന്ന, അനുദപിക്കാൻ വിസമ്മതിക്കുന്ന, ഒരു മന്ദതയിലൂടെ കടന്നു പോകുന്ന എല്ലാ ആത്മാക്കളെയും ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് പ്രത്യേകം സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാം ചില ജീവിതത്തിൻ്റെ മേഖലകൾ, ഇങ്ങനെ പാപത്തെ അള്ളിപ്പിടിച്ച് കഴിയുന്ന ജീവിതങ്ങൾ, അനുദപിക്കാനോ വിശുദ്ധ ജീവിതം നയിക്കാനോ വിസമ്മതിക്കുന്ന ചിലർ, എത്ര ഉപദേശിച്ചിട്ടും എത്ര പറഞ്ഞിട്ടും ഒരു മാറ്റമില്ലാതെ കടന്നു പോകുന്ന ചില ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. മക്കളെ, അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തെ നിങ്ങളൊന്ന് കാണുക. നിങ്ങളായിരിക്കുന്ന ഭവനം, രക്ഷേ നിങ്ങളിപ്പോൾ ജോലി സ്ഥലങ്ങളിലാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിൽ നിങ്ങൾ വസിക്കുന്ന ഭവനത്തെ ഇപ്പോൾ മനസ്സിൽ കാണുക. ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കാരുണ്യം യാചിക്കുകയാണ്. ദൈവിക സംരക്ഷണം ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവിക സംരക്ഷണം ദൈവത്തിൻ്റെ കരുണ. ദൈവം തൻ്റെ കാരുണ്യത്തിൽ നമുക്ക് സംരക്ഷണം തരുന്നതുകൊണ്ടല്ലേ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്, നമ്മൾ ഇന്നും മുന്നോട്ട് പോകുന്നു. എത്രയോ അപകടങ്ങളിൽ നിന്നും, എത്രയോ അനർത്ഥങ്ങളിൽ നിന്നും, എത്രയോ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും രോഗങ്ങളിൽ നിന്നൊക്കെ ദൈവം നാം അറിയാതെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ കരുണയാണ്. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഭവനത്തെ ഒക്കെ ദൈവിക കാരുണ്യത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്കാണ് സമർപ്പിക്കുന്നത്. മക്കളുണ്ടെങ്കിൽ മക്കള്, അവര് അകലങ്ങളിലാകാം, വിദേശത്തോ വിദൂരത്തെ ഒക്കെ ആകാം, ജോലിക്കൊക്കെ പോയവരാകാം, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാകാം, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളാകാം, ആരും ആകട്ടെ, അവരെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് ഈ നിമിഷം ചേർത്ത് വെച്ച് ദൈവമേ, നിന്റെ അനന്തമായ കരുണ ഇപ്പോൾ വർഷിക്കാൻ പറ. ആ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് ഹൃദയം കൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. തമ്പുരാൻ എൻ്റെ കുടുംബത്തോട്
കരുണ കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയം, തമ്പുരാൻ എൻ്റെ മക്കളോട് കരുണ കാണിക്കുന്ന നിമിഷം, ഇതാ എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം, ഇതാ എൻ്റെ വരുമാന മാർഗങ്ങളുടെ മേൽ ദൈവത്തിന് അനന്തമായ കരുണ വെളിപ്പെടുന്ന സമയം. ഏതെല്ലാം ജീവിതത്തിൻ്റെ മേളകളിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു അനുഭവം നീ ആഗ്രഹിക്കുന്നുണ്ടോ, ആ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈ നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, നിന്റെ കരുണ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ നീ വർഷിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ മേൽ കരുണ വർഷിക്കണമേ. ഈശോയെ, എന്റെ ജീവിത പങ്കാളിയുടെ മേൽ, എന്റെ മാതാപിതാക്കളുടെ മേൽ, എന്റെ വരുമാന മാർഗങ്ങളുടെ മേൽ, എന്റെ മക്കളുടെ മേൽ, ഈശോ എന്റെ രോഗാവസ്ഥകളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇവർക്കും ഇവിടെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന എല്ലാവിധ രോഗപീഠകളെയും നിന്റെ സാന്നിധ്യത്തിലും നിന്റെ നാമത്തിലും ഞങ്ങൾ ശാസിക്കുന്നു. കർത്താവേ, ഈ മക്കൾക്കെതിരെ നിൽക്കുന്ന തിന്മ വിതയ്ക്കുന്ന പൈശാചികമായ സ്വാധീന വലയങ്ങള്, അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങള്, സാത്താൻ തെളിഞ്ഞും ഒളിഞ്ഞും ഇവർക്കെതിരെ, ഇവിടെ കുടുംബങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകള്, കർത്താവേ, അതെല്ലാം നിന്റെ കാരുണ്യത്തിന്റെ സാന്നിധ്യത്തിൽ ബന്ധിച്ച് ഞങ്ങൾ ശാസിക്കുന്നു. നിന്റെ കാരുണ്യത്തിൽ ഈ മക്കളെ ഇപ്പോൾ ഇവിടെ കുടുംബങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ കുടുംബമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകള്, അസമാധാനത്തിന്റെ മേഖലകള്, കർത്താവെ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങള്, എത്ര ശ്രമിച്ചിട്ടും പ്രാർത്ഥനയിൽ ബലപ്പെടാൻ പറ്റുന്നില്ല, പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള അസ്വസ്ഥതകൾ നേരിടുന്ന കുടുംബങ്ങളെ പ്രത്യേകം ഞങ്ങൾ സമർപ്പിക്കുന്നു. എത്ര പരിശ്രമിച്ചിട്ടും കുടുംബത്തിന്റെ സമാധാനം നിലനിർത്താൻ പറ്റാതെ വിഷമിക്കുന്ന കുടുംബങ്ങളെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്ര പരിശ്രമിച്ചിട്ടും വരുമാന മാർഗങ്ങളിൽ ഒരു ഉയർച്ചയുമില്ലാതെ തകർന്നു കിടക്കുന്ന കുടുംബത്തിന്റെ വരുമാന മാർഗങ്ങളെ നിന്റെ കാരുണ്യത്തിന്റെ കീഴിലേക്ക് സമർപ്പിക്കുന്നു. ഓ ദൈവമേ, നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, പാപ കൂട്ടുകെട്ടുകളിലായിരിക്കുന്ന മക്കള്, ചില അവിശുദ്ധ ബന്ധങ്ങളിലായിരിക്കുന്ന മക്കള്, കർത്താവെ, ചില അഡിക്ഷനുകളിലേക്ക്, ചില ദുശീലങ്ങൾക്ക് എപ്പോഴും വീണുപോയിക്കൊണ്ടിരിക്കുന്ന മക്കള്, ഓ ദൈവമേ, അശുദ്ധിയുടെ മേഖലകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങള് ഞങ്ങളിപ്പോൾ പ്രത്യേകം സമർപ്പിക്കുന്നു. ദൈവമേ, നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ. ആ മക്കൾക്കെതിരെ നിൽക്കുന്ന തിന്മ വിതയ്ക്കുന്ന അവന്റെ ആക്രമണങ്ങളെ, തിന്മ വിതയ്ക്കുന്ന അവന്റെ ചതിക്കുഴികളെ യേശുവിന്റെ രക്തത്താൽ, കർത്താവിന്റെ അനന്തമായ കാരുണ്യത്തിൽ കർത്താവ് ഇപ്പോൾ വീണ്ടെടുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ വീണ്ടെടുപ്പ് ഈ നിമിഷം സംഭവിക്കട്ടെ. അത്ഭുതകരമായ വീണ്ടെടുപ്പ് ഇപ്പോൾ സംഭവിക്കട്ടെ. പാപത്തിന്റെ കെട്ടുകളെ ഇപ്പോൾ നീ അഴിക്കണമേ. ശാപത്തിന്റെ മുഖങ്ങളെ ഇപ്പോൾ അഴിച്ചുവിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല. ഓ ദൈവമേ, തടസ്സങ്ങൾ നേരിടുന്ന മക്കള്, തടസ്സങ്ങളുമായി കഴിയുന്ന മക്കള്, എന്ത് ചെയ്താലും എവിടെ തൊട്ടാലും തടസ്സങ്ങൾ മാത്രം, ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാതെ ഇടത്തും വലത്തും പുറകിലും മുമ്പിലും ഒക്കെ ബന്ധിക്കപ്പെട്ട രീതിയിൽ തടസ്സങ്ങളുള്ള മക്കള് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, അഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതല് ദൈവിക കാരുണ്യത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, നിന്റെ സ്നേഹം ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഓ ദൈവമേ, നിന്റെ കാരുണ്യം ഇപ്പോൾ ഈ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ, ഇവിടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ, ഇവിടെ വരുമാന മാർഗങ്ങളിലേക്ക് ഒഴുകട്ടെ, ഇവിടെ മനസ്സിന്റെ എല്ലാ കോണുകളിലേക്കും ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. ഹല 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 ഹല. ഓ കർത്താവേ, നന്ദി പറയുന്നു. ഓ ദൈവമേ, നിന്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഓ ദൈവമേ, നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. നിന്റെ കാരുണ്യത്തിൽ വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം ആരും അകന്നു പോയിട്ടില്ലെന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഓ ദൈവമേ, നിന്റെ കാരുണ്യത്താൽ ഈ മക്കൾക്ക് ഇപ്പോൾ ഒരു വീണ്ടെടുപ്പുണ്ടാകട്ടെ. ഇവിടെ കുടുംബങ്ങൾ വീണ്ടെടുക്കപ്പെടട്ടെ, ഇവിടെ തലമുറകൾ വീണ്ടെടുക്കപ്പെടട്ടെ, വരുമാന മാർഗങ്ങൾ വീണ്ടെടുക്കപ്പെടട്ടെ, ആത്മീയ ജീവിതം വീണ്ടെടുക്കപ്പെടട്ടെ, വിശുദ്ധ ജീവിതം വീണ്ടെടുക്കപ്പെടട്ടെ. ഓ കർത്താവേ, കാൽവരിയിൽ നിന്റെ പരിശുദ്ധ രക്തത്താൽ നീ അനന്തമായ കരുണ കാണിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിലേക്ക് വീണ്ടും ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. കരങ്ങളടിച്ച് അത്ഭുതമായ വിടുതൽ ശക്തമായി കരങ്ങളടിച്ച് തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും
വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ, ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യം അഴിയട്ടെ, കുടുംബങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ, പൊട്ടട്ടെ, രോഗപീഠകൾ സൗഖ്യം പ്രാപിക്കട്ടെ. തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും സ്തുതിച്ച്, യേശുവേ നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കാൻ പറ. തമ്പുരാനെ, ഈ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും ഇതാ നിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈ അൽത്താരയിൽ നിന്നും നിന്റെ വലത് കരം നീട്ടി ഇപ്പോൾ ഈ മക്കളുടെ രോഗമുള്ള ഭാഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ. യേശുവേ, തളർന്ന കുടുംബങ്ങളിലായിരിക്കുന്ന മക്കള്, തളർന്നുപോയ ശരീരത്തിന്റെ മേഖലകള്, മനസ്സ് തളർന്നിരിക്കുന്ന മക്കള്, ദൈവമേ, മാറാ രോഗങ്ങളാൽ വേട്ടയാടപ്പെടുന്ന മക്കള്, മാരക രോഗം മൂലം വിഷമിക്കുന്നവര്, ചികിത്സിക്കാൻ പോലും കാശില്ലാത്ത മക്കളുണ്ട്. ഓ ദൈവമേ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ നീട്ടണമേ. നീ സുഖപ്പെടുത്തുന്ന കർത്താവാണല്ലോ. 38 വർഷക്കാലം ബത്സൈദ കുളക്കടവിൽ തളർന്നു കടന്നവനെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ച കർത്താവേ, ആ ബത്സൈദ കുളക്കടവിൽ വെളിപ്പെട്ട നിന്റെ കാരുണ്യത്തിന്റെ കരം ഇപ്പോൾ നീട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇവരുടെ ജീവിതത്തിന്റെ ബത്സൈദയിലേക്ക് നീ ഇപ്പോൾ ഇറങ്ങി ചെല്ലണമേ. ഇവരുടെ രോഗങ്ങളിലേക്ക് നീ ഇപ്പോൾ ഇറങ്ങണമേ. ചെറുതും വലുതുമായ രോഗങ്ങള് കർത്താവേ, ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗപീഠകളെയും നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടി ഇപ്പോൾ സുഖപ്പെടുത്തണമേ, ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, നിന്നെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗത്തിന്റെ കെട്ടുകൾ അടിയട്ടെ, രോഗത്തിന്റെ കെട്ടുകൾ അടിയട്ടെ. ഈ മക്കളെ രോഗിയാക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീന കെട്ടുകളും അടിയട്ടെ. കർത്താവ് അനുവദിക്കാത്ത എല്ലാ രോഗപീഠകളും ഇപ്പോൾ യേശുനാമത്തിൽ അടിഞ്ഞു പോകട്ടെ, സൗഖ്യം പ്രാപിക്കും. തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. സാത്താനേ, യേശുവിന്റെ രക്തത്താൽ നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നിത്യ നരകത്തിൽ പോകൂ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. എല്ലാ മക്കളും ഏറ്റുപാടിക്കേ. ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. ആമേൻ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി എല്ലാ മക്കളും സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയിൽ തടസ്സങ്ങൾ നേരിടുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഏത് മേഖലയിലാകട്ടെ നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നത്, ആ വിഷയങ്ങൾ ഈശോയ്ക്ക് കൊടുത്ത്, ഓ ദൈവമേ, ചെങ്കടലിനെ വിഭജിച്ചപ്പോൾ ചെങ്കടലിന്റെ മേൽ വെളിപ്പെട്ട ദൈവത്തിന്റെ കരുണയുണ്ടല്ലോ. ഓ ദൈവമേ, ആ കാരുണ്യത്തിന്റെ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ. അടഞ്ഞുപോയതെല്ലാം യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. കട്ടപ്പെട്ടതെല്ലാം യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. ഓ ദൈവമേ, തടസ്സങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ ഓ ദൈവമേ, ഇവരുടെ ജീവിതത്തിൽ നീ ഇപ്പോൾ ഇടപെടണമേ. ഇവിടെ കുടുംബങ്ങളിൽ നീ ഇപ്പോൾ ഇടപെടണമേ. ഇവിടെ വരുമാന മാർഗങ്ങളിൽ ഇടപെടണമേ. അടഞ്ഞു കിടക്കുന്നതെല്ലാം തുറക്കപ്പെടട്ടെ. തുറക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, നിന്റെ അനന്തമായ കരുണ വർഷിക്കണമേ. നിന്റെ അനന്തമായ കരുണ ഇപ്പോൾ ഈ മക്കളിലേക്ക് എടുക്കണമേ.
ഹല 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 ഹല. തിന്മകളൊന്നും വരികയില്ല, ആമേൻ. അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. കരങ്ങളടിച്ചു പാടിക്കേ. തിന്മകളൊന്നും വരികയില്ല, വിശ്വാസത്തോടെ പാടിക്കേ. അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ആമേൻ. ഈശോയേ വിളിക്കു മക്കളെ. ഈശോയേ നിന്റെ വീട്ടിലേക്ക് ഈശോയെ വിളിച്ചേ. നിന്റെ രോഗത്തിലേക്ക് ഈശോയെ വിളിച്ചേ. നിന്റെ സങ്കടങ്ങളിലേക്ക്, നിന്റെ തകർച്ചകളിലേക്ക് ഈശോയേ. ഓ കർത്താവേ, മരണത്തെ ജയിച്ചവനേ, മരണത്തെ ജയിച്ചവനേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ബന്ധനമഴിയട്ടെ, യേശുവിന്റെ രക്തത്താൽ പൊട്ടട്ടെ. ഓ ദൈവമേ, ബന്ധനമഴിയട്ടെ, നിന്റെ പരിശുദ്ധ രക്തത്താൽ പൊട്ടട്ടെ. എല്ലാ യേശുവിന്റെ തിരുരക്തം ആമേൻ ഞങ്ങളിൽ നിറയട്ടെ. ആമേൻ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ദൈവമേ ആരാധന. കരുണാമയനേ ആരാധന ആരാധന. കരുണാസാഗരമേ ആരാധന. ഹല്ലേലൂയ. ഈശോ കരുണ വർഷിക്കണമേ. കാരുണ്യം ചൊരിയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുട്ടുമേൽ നിന്ന് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മളെ വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറയാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും ഇനി നിങ്ങൾ എന്തെങ്കിലും തമ്പുരാന്റെ കാരുണ്യത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളിൽ കൂടി ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.